ഹുമയൂൺ കണ്ടിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് മെട്രോയിൽ തന്നെ പോയിട്ട് ലോട്ടസ് ടെമ്പിളിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ നമ്മൾ അതിനു മുമ്പ് ബസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ബസ്സിൽ പോകാനായിരുന്നു വീണ്ടും പ്ലാൻ ചെയ്തത്. അപ്പോൾ രണ്ടും നടന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഇവിടെ നിന്ന് ഒരു ഇലക്ട്രിക് റിക്ഷ എടുത്ത് നമ്മൾ മെട്രോ സ്റ്റേഷനിലോട്ട് പോകാം. മെട്രോയിൽ നിന്ന് നമ്മുടെ ലോട്ടസ് ടെമ്പിളിലേക്ക് പോകാനുള്ള പ്ലാൻ കേട്ടോ. അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഇലക്ട്രിക് ഓട്ടോ ആണെങ്കിൽ 20 രൂപ, ഒരാൾക്ക് 20 രൂപ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മുമ്പ് 40 രൂപയാണ്. പക്ഷേ ഇതിനകത്ത് വേറെ ആൾക്കാരും കയറ്റി കണ്ടോ ഇവിടെ. അപ്പോൾ നമുക്കിങ്ങനെ ഓപ്പോസിറ്റ് ഒമിനിയിലൊക്കെ ഇരിക്കുന്ന കണക്ക് ഇരിക്കാൻ പറ്റും. നമ്മൾ ഇലക്ട്രിക് ഓട്ടോയ്ക്ക് കയറി മെട്രോയിലേക്ക് പോകട്ടോ, ലോട്ടസ് ടെമ്പിളിലേക്ക് പോകാനായിട്ട്. മണി 4:30 അപ്പോൾ നമ്മൾ ബസ് കിട്ടുമോ, ഡയറക്റ്റ് ബസ് കിട്ടുമെന്ന് പറഞ്ഞു ഇവിടെ ചോദിച്ചു. അപ്പോൾ അത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നിന്നത്, പക്ഷേ കിട്ടിയില്ല. അപ്പം എല്ലാം കൊണ്ടും മെട്രോയിൽ തന്നെ പോകുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. നമുക്ക് ചൂടായാലും പെട്ടെന്ന് എത്തുന്ന സ്ഥലമായാലും മെട്രോ ആയിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മൾ കണ്ട ഒരു ഇലക്ട്രിക് ആട്ടോ. അപ്പോൾ അവരോട് ബാർഗെയിൻ ചെയ്യണം. ആദ്യം ഒരു 60 രൂപ 70 രൂപയൊക്കെ പറയും, പിന്നെ 40 രൂപ 50 രൂപയൊക്കെ ആയി. ഞങ്ങൾ പോകാൻ നേരം 40 രൂപ, 2 പേർക്ക് ഒരാൾക്ക് 20 രൂപ വെച്ച് 2 പേർക്ക് കൂടെ 40 രൂപ. ഇത് കണ്ടോ, ഇവിടുത്തെ അണ്ടർഗ്രൗണ്ട് പാസേജ്. ഇതിനകത്ത് ഫുള്ള് വെള്ളം കേട്ടോ. ഡൽഹിയിൽ 2 ദിവസമായിട്ട് മഴയുണ്ട്. അപ്പോൾ ഡൽഹിയിൽ പലയിടത്തും വെള്ളം പൊങ്ങുന്നു. 10 മരണമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ പലയിടത്തായിട്ട് മണ്ണിടിച്ചിലും വീട്ടിടിഞ്ഞ് വീണ്ടും മരം വീണിട്ടൊക്കെയാണ്. വെള്ളത്തിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതേ ഇത് ഒരു അണ്ടർഗ്രൗണ്ട് പാസേജിൽ കൂടെ നമ്മളിങ്ങനെ പാസ് ചെയ്ത് മെട്രോയിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് പുള്ളി പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ നമ്മളും പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ ഇലക്ട്രിക് ഓട്ടോയ്ക്കകത്താട്ടോ നമ്മളിപ്പോൾ വന്നത്. ഒരാൾക്ക് 20 രൂപ വെച്ച് 2 പേർക്ക് 40 രൂപ കൊടുത്ത്. അപ്പോൾ നമ്മളൊരു മെട്രോ സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. എനിക്ക് നമ്മൾ വന്നിറങ്ങിയ മെട്രോ സ്റ്റേഷനിലല്ല കൊണ്ടുവന്നിരിക്കുന്നത്, വേറൊരിടത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ലോട്ടസ് ടെമ്പിളിലേക്ക് നമുക്ക് മെട്രോ കിട്ടുമെന്നാണ് പുള്ളി പറഞ്ഞത്. ഇതേതാത് സറൈഖ് അലി ഖാൻ നിസാമുദ്ദീൻ മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നോക്കട്ടെ. നമ്മളങ്ങനെ ഇതേ ലോട്ടസ് ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇച്ചിരി ലേറ്റായി പോയി. നമ്മൾ മെട്രോ ഒക്കെ കയറി കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴത്തേക്കും ലേറ്റായി. അങ്ങനെ ലോട്ടസ് ടെമ്പിളിൻ്റെ എൻട്രൻസിലെത്തി. 6 മണി വരെ ഉള്ളൂ കേട്ടോ ഇവിടെ ടൈമിങ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിനകത്ത് കയറണം. പിന്നെ 6:30 ലാസ്റ്റ് എക്സിറ്റും ഉണ്ട്. ഇവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ എൻട്രൻസിൽ ജസ്റ്റ് ബാഗ് ഒന്ന് ചെക്ക് ചെയ്യും, അത്രയേ ഉള്ളൂ. എൻട്രി ടിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രീ എൻട്രി ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിത് കയറി വരുമ്പോൾ തന്നെ ഫുൾ 2 സൈഡിലും ഗാർഡൻ, ഒരു വാക്കിംഗ് വേ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ കയറിയപ്പോൾ ഒരു പറഞ്ഞ് ഇവിടെ തൊട്ട് ഫോട്ടോഗ്രാഫി അലോഡ് അല്ലെന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്താ അറിയില്ല, പക്ഷേ എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ മാക്സിമം കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നേരത്തെ കണ്ട പോലെ നമ്മൾ കഴിഞ്ഞ സ്ഥലത്ത് പോയാണെങ്കിൽ ഇവിടെ ഫുള്ള് ഗാർഡൻ കേട്ടോ. നല്ല വൈഡായിട്ടുള്ള ഏരിയ, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പക്ഷേ ഇത്രയും വൈഡായിട്ടുള്ള ഏരിയ ഉണ്ട്, നമുക്ക് ആ ഒരു തിരക്ക് ഫീൽ ചെയ്യത്തില്ല. നമുക്ക് ഇവിടെ നിന്ന് കാണാം ലോട്ടസ് ടെമ്പിൾ. വീഡിയോ എടുത്ത് വന്നപ്പോൾ അവന്മാർ ചുമ്മാ പറഞ്ഞാൽ തോന്നുന്നു കേട്ടോ. ഇവിടെ ചെറുപറയെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. എല്ലാവരും ക്യാമറ വെച്ചൊക്കെ എടുക്കുന്നുണ്ട്. കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ ക്ഷേത്രത്തിനകത്തായിരിക്കും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. ഇത് ഇവിടെ കണ്ടു, ഇവിടെ എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. വാ 6 മണി വരെ ഉള്ളൂ നമുക്ക് ടൈം. 6:30 വരെ ഉള്ളൂ ഇതിനകത്ത് നിൽക്കാനുള്ള സമയം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഡൽഹിയിലെ ഫേമസ് ആയ ഒരു ലോട്ടസ് ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം ലോട്ടസ് ടെമ്പിൾ. നമ്മളിന്ന് കാണാൻ പോകുന്ന ലോട്ടസ് ടെമ്പിളിനകത്തുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അതെ, കാണിച്ചു. നമ്മളിത് ലോട്ടസ് ടെമ്പിളിൻ്റെ ഏകദേശം അടുത്തെത്തി കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു കോമ്പൗണ്ട്. ഫുള്ള് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുക. ആ ഒരു ഭാഗത്തു നിന്ന് നമ്മളിങ്ങോട്ട് വന്ന് നടന്ന്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു ഗാർഡനകത്തോട്ടൊന്നും നമ്മൾ അലോ ചെയ്യുന്നില്ല തോന്നുന്നു. ജസ്റ്റ് ഇവിടെയൊക്കെ നിൽക്കാന്നേ ഉള്ളൂ. അകത്തോട്ട് കയറി ഇരിക്കാനും എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല. ഇത് ഇവിടെ നിന്നാണ് കേട്ടോ അകത്തോട്ടുള്ള എൻട്രൻസ് വരുന്നത്. പിന്നെ ആ ഒരു സൈഡിൽ നിന്ന് എല്ലാവരും ഇറങ്ങി വരുന്നതാണ്. എക്സിറ്റ് ആ ഒരു സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി ലേറ്റ് ആയപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അകത്തോട്ട് കയറാനുള്ള പരിപാടി നോക്കും. അതിനകത്തേക്ക് ഇനി ഫോട്ടോഗ്രാഫി അലൗഡ് ആണോ എന്ന് അറിയത്തില്ല. ഇതാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോഴേ നേരത്തെ
അവിടെ കയറി കണക്ക് അതേപോലെ സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് കയറി നേരെ മേളിൽ ചെല്ലുന്നതാണ് നമ്മുടെ ലോട്ടസ് ടെമ്പിളിൻ്റെ ആ എൻട്രൻസ് നമുക്ക് കാണാം. ഇതിനകത്ത് കുളമൊക്കെ ഉണ്ടല്ലോ. അയ്യോ, ഇവിടെ ക്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ക്യൂ ആണോ? അടച്ചില്ല, അവിടെ എന്തോ ക്യൂ നിൽക്കുന്നുണ്ട്. എന്താ സംഭവം? നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി താഴെ വന്നു കേട്ടോ. ഇവിടെ ക്യൂ നിൽക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് 2 സെക്ഷനായിട്ട് മേലോട്ട് വിടാനായിരിക്കും. അവിടെ നിന്ന് കുറേ ആൾക്കാർ ഇറങ്ങി വരുന്നേ കാണും. 2 സെക്യൂരിറ്റീസും ഉണ്ട്. ഇവിടെ കുറച്ച് സഞ്ചി വെച്ചിട്ടുണ്ടേ. ഇതിനകത്ത് നമ്മുടെ ചെരുപ്പ് ഊരി സഞ്ചിക്കകത്തിട്ടണതേ. ചെരുപ്പ് ഊരി സഞ്ചിക്കകത്തിട്ടിട്ട് അത് കൈ പിടിച്ചോണ്ട് കയറിപ്പോം. അകത്തോട്ട് ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല, എന്ന് വെച്ചാൽ ഒരു ക്ഷേത്രമല്ലേ, അതുകൊണ്ടാണ്. ഇവിടുത്തെ ഒരു എൻട്രി ടൈമിംഗ് വരുന്നത് രാവിലെ 8:30 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണി വരെയാണ് നമുക്ക് ഇതിനകത്തേക്ക് എൻട്രൻസ് ഉള്ളത്. അതുപോലെ തിങ്കളാഴ്ച ദിവസം അവധിയുമാണ്. നമ്മൾ ഹുമയൂണിലൊക്കെ പോയിട്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിപ്പോയി. എന്തായാലും നമുക്ക് ജസ്റ്റ് മിസ്. ലാസ്റ്റ് ബാച്ച് ഞങ്ങൾക്കായിരുന്നു കേട്ടോ എൻട്രൻസ്. ഇവിടെ ഓരോ ബാച്ചായിട്ടാണ് നമ്മളെ അകത്തോട്ട് കയറ്റി വിടുന്നത്. കാരണം ഇതിനകത്ത് ഏകദേശം 2500 പേർക്ക് ഇരിക്കാനുള്ള കപ്പാസിറ്റിയാണുള്ളത്. അപ്പോൾ അത് അകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമ്മളെ ഇവിടെ നിർത്തി ഒരു ബ്രീഫിംഗ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഇതിനകത്ത് കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നൊരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളെ അവിടെ നിർത്തി ബ്രീഫ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഇതിനകത്ത് ഫോട്ടോഗ്രാഫി അലൗഡല്ല, ക്യാമറ കാര്യങ്ങളൊന്നും നമുക്ക് ഓൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതൊരു ടെമ്പിൾ ആണെങ്കിലും നമുക്ക് ഒരു മതവിശ്വാസത്തിൻ്റെയും ഒരു വിഗ്രഹങ്ങളോ കാര്യങ്ങളോ ഫോട്ടോയോ അങ്ങനെയൊന്നുമില്ല. തികച്ചും മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ക്ഷേത്രം എന്ന് പറയാം. അകത്ത് കയറി കഴിയുമ്പോൾ ഭയങ്കര സൈലൻ്റ് ആണ്. വിശാലമായൊരു വലിയൊരു ഓഡിറ്റോറിയം എന്ന് തന്നെ പറയാം. ഇതിനകത്ത് കയറി കഴിയുമ്പോൾ 2500 പേർക്ക് ഇരിക്കാൻ പറ്റുന്നത്. ഏകദേശം നമ്മളൊരു ക്രിസ്ത്യൻ പള്ളിക്ക് അകത്ത് കയറുമ്പോൾ കാണുന്ന കാഴ്ച പോലെയാണ് ഇതിനകത്ത് നമ്മൾ കണ്ടത് കേട്ടോ. നമ്മൾ നേരത്തെ ചെരുപ്പ് ഇടാനായിട്ടൊരു സഞ്ചി മേടിച്ചു. അത് ഇവിടെ തിരിച്ച് മേടിച്ച് വെച്ചിട്ട് നമ്മുടെ ചെരുപ്പെടുത്ത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ പോകാം. അപ്പോൾ ഇതിനകത്തേക്ക് കയറുമ്പോഴാണ് നമുക്ക് ഈ ചപ്പലോ ചെരുപ്പോ ഒന്നും ഇട്ടുകൊണ്ട് കയറാൻ പറ്റാത്ത. ഒരു ക്ഷേത്രത്തിനകത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നതുകൊണ്ട് അത് പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പേര് വരുന്നുണ്ട്, പുറത്ത് ഊരിയിട്ടിട്ട് കയറാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് അല്ലാത്തതുകൊണ്ട് ഇതാകുമ്പോൾ അവരവരുടെ സാധനം അവരവർ തന്നെ സൂക്ഷിക്കും ഒരു സഞ്ചിക്കകത്ത്. അതിന് വേറെ എക്സ്ട്രാ ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് എല്ലാവരും ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഇറങ്ങിയെന്ന് കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അകത്ത് വലിയ പരിപാടീസൊന്നും നടക്കത്തില്ല, സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം മാത്രം. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് കേട്ടോ നമ്മുടെ ഈ ലോട്ടസ് ടെമ്പിൾ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു അടയാളമാണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രം. ഒരു മതത്തിനെയോ ജാതിയോ കാണിക്കുന്ന ഒന്നും തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞില്ല കേട്ടോ. നമ്മുടെ ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്ററാണ് കേട്ടോ നമ്മുടെ ലോട്ടസ് ടെമ്പിളിലേക്കുള്ള ദൂരം. അതുപോലെ തന്നെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് 500 മീറ്ററാണ് കേട്ടോ ഇവിടത്തേക്കുള്ള ദൂരം. നമ്മൾ വരുന്ന സമയത്ത് കൽക്കാജി മന്ദിർ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നടന്നു വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഓട്ടോ പിടിച്ചാണ് വന്നത്. കുറച്ച് ലേറ്റായി പോയിട്ട് മാത്രമാണ് നമ്മൾ ഓട്ടോ പിടിച്ച് വരുന്നത്. 1986 ഡിസംബറിലാണ് ഈ ആരാധനാലയം സന്ദർശകർക്കായി തുറന്നു കൊടുത്തത്. ഇതൊരു ബഹായി ക്ഷേത്രം തന്നെയാണെന്ന് നമുക്ക് തികച്ചും പറയാം. അതിനുള്ള കാരണം നേരത്തെ പറഞ്ഞതുപോലെ ജാതിയോ മതത്തിൻ്റെയോ വേർതിരിവില്ലാതെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഒത്തുകൂടാൻ പറ്റിയൊരു സ്ഥലം. ഇന്ത്യയിലെ 22 പ്രവിശ്യകളിൽ നിന്നുള്ള 4000-ഓളം ബഹായികൾ ഉൾപ്പെടെ 107 രാജ്യങ്ങളിൽ നിന്നുള്ള 8000 പേരുടെ ഒത്തുചേരലോട് കൂടിയാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചത്. ഏകദേശം 10,000-ൽ കൂടുതൽ ആളുകൾ ആദ്യ ദിവസം തന്നെ ഇവിടെ സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട്. ഈ ഗാർഡൻ കാണുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും എൻഡിൽ നിന്നാണ് നമ്മൾ കയറി വന്നത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ കയറി വന്നത്. കയറി ഈ വഴി വന്ന് ഇവിടുന്ന് ഇങ്ങനെ ആ ഒരു സൈഡിൽ നിന്നായിരുന്നു എൻട്രൻസ്. പിന്നെ നമ്മൾ കയറി വന്നപ്പോൾ കണ്ട എക്സിറ്റാണ് ഈ കാണുന്നത്. അതുവഴി ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 26 ഏക്കറിലാണ് കേട്ടോ. ഗ്രീസിൽ നിന്നും കൊണ്ടുവന്ന വെളുത്ത മാർബിൾ ഉപയോഗിച്ചാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ 9 പ്രവേശന കവാടങ്ങളാണ് ഈ ഒരു ആരാധനാലയത്തിനുള്ളത്. ഇറാനിയൻ അമേരിക്കൻ വാസ്തുശില്പിയായ ഫാരിബോർഡ് സാഹയാണ് ഈ മനോഹരമായ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തത്. കലാപരമായ രൂപകൽപ്പന ചെയ്തത് UK-യിലെ ഫ്ലിൻറ്റും നീലുമാണ്. ഏകദേശം $10 ദശലക്ഷം ചെലവിലാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തീകരിച്ചത്. എങ്ങനെയുണ്ട് നമ്മുടെ ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിൾ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഡൽഹി വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു ലോട്ടസ് ടെമ്പിൾ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ കയറി ഇതിനകത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇറങ്ങി. റോക്കറ്റൊക്കെ ഇതിൽ ഫോട്ടോ ഇറങ്ങി. ലോട്ടസ് ടെമ്പിളിൻ്റെ കാര്യം പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലോട്ടസ് ടെമ്പിൾ കണ്ടിട്ട് തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും മറക്കണ്ട. താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.